ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ബിനാൻസിൽ ഡെയിലി ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ്സിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ അതിനാദ്യമായിട്ട് ബിനാൻസ് ഓപ്പൺ ചെയ്യുക. അതിൽ റിവാർഡ് ഹബ്ബ് കാണാം, അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജാണ് വരിക. ഇവിടെ ആയിട്ട് മേലെ ചെക്ക് ഇൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ആ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമുക്കവിടെ പോയിൻറ്റ്സ് ആഡ് ആവും. നമുക്ക് ഒറ്റയടിക്ക് 24 പോയിൻറ്റ്സ് ആയിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 7 ദിവസം അടുപ്പിച്ച് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി 1 പോയിൻറ്റിന് പുറമെ 10 പോയിൻറ്റ്സ് അഡീഷണൽ കിട്ടും. അപ്പോൾ അതാണ് ഇതിൽ 24 കാണിക്കുന്നത്. ഈ പോയിൻറ്റ് കിട്ടിയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്ര പോയിൻറ്റിന് മേലെ കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിൻറ്റ്സ് വെച്ചിട്ട് വൗച്ചർ റിഡീം ചെയ്യാൻ പറ്റും. 2 തരം വൗച്ചേഴ്സാണ് ഇതിൽ മെയിനായിട്ട് വരിക. ഒന്ന് USDC എന്നുള്ള പോയിൻറ്റ്സിൻ്റെ വൗച്ചറും പിന്നെ അതുപോലെ റിബേറ്റ് വൗച്ചർ. റിബേറ്റ് വൗച്ചർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ് ചെയ്യുന്നവർക്കുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ട്രേഡ് ചെയ്യാണ്ട് നമുക്ക് കോയിൻ മാത്രമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ USDC ആയിട്ട് നമ്മൾ ഈ കോയിൻ കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ പോയിൻറ്റ്സ് എങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് കിട്ടാൻ നോക്കാം. ഈ ഡെയിലി ചെക്കിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട് വേർഡ് ഓഫ് ദ ഡേ എന്നുള്ള പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരു തീം ഉണ്ടാവും. അപ്പോൾ ആ തീമായിട്ട് ബന്ധപ്പെട്ട ഒരു വേർഡായിരിക്കും ഇവിടെ വരിക. മിനിമം 3 വേർഡ് തൊട്ട് 8 വേർഡോ 9 വേർഡോ അങ്ങോട്ടാണ് വരിക. ഇപ്പോൾ ഇതിൽ നമുക്ക് 8 ലെറ്ററുള്ള വേർഡാണ് കിട്ടിയുള്ളത്. ഇപ്പോൾ ഇതിൽ നമ്മളൊരു വേർഡ് അടിച്ചു. അടിക്കുമ്പോൾ ബ്ലാക്ക് കളറാണ് ഒരു ലെറ്ററിൻ്റെ മേലെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെറ്റർ ആ വേർഡിലില്ല എന്നാണ് അർത്ഥം. ഇനി അതേ മറിച്ച് ഒരു ലെറ്ററിന് മേലെ യെല്ലോ കളറാണ് വരുന്നുണ്ടെങ്കിൽ ആ ലെറ്റർ അതിലുണ്ട്, പക്ഷെ പൊസിഷൻ കറക്റ്റ് അല്ല. ഇനിയിപ്പോൾ പച്ചയാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷനും കറക്റ്റാണ്, അതുപോലെ തന്നെ ആ ലെറ്ററും അതിലുണ്ടെന്നാണ് അർത്ഥം. ഈ ഒരു വേർഡ് അടിച്ച് നോക്കിയപ്പോൾ 2 ലെറ്ററാണ് ഇതിൽ കറക്റ്റായിട്ട് വന്നുള്ളത്. അതായത് എ എന്നുള്ള ലെറ്റർ ഉണ്ട്, പക്ഷേ പൊസിഷൻ കറക്റ്റ് അല്ല. ഐ എന്നുള്ള ലെറ്റർ ഉണ്ട്, പൊസിഷനും കറക്റ്റാണ്. അപ്പോൾ നമുക്കിനി വേറെ ലെറ്റർ അടിച്ച് നോക്കാം. സെക്കൻഡ് അടിച്ച റീജിയണൽ എന്നുള്ള വേർഡ് കറക്റ്റാണ്. ഇതിൽ കണ്ട എല്ലാ ബ്ലോക്കും ഗ്രീൻ ആയിട്ടുണ്ട്. വേർഡ് ഓഫ് ദ ഡേ എന്നുള്ള ഈ പ്രോഗ്രാമിൽ കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം കറക്റ്റ് വേർഡ് അടിച്ചാൽ മാത്രമേ നമുക്ക് 8 പോയിൻറ്റ്സാണ് കിട്ടുക. മറ്റേ ചെക്കിൻ മാതിരി ഡെയിലി പോയിൻറ്റ്സ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി ഒരു ഓപ്ഷനും കൂടിയാണുള്ളത് നമുക്ക് ഇതിന് പോയിൻറ്റ്സ് കിട്ടാനുള്ളത്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഹോം പേജിലോട്ട് തിരിച്ചു വരിക. എന്നിട്ട് കുറച്ച് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഇങ്ങനത്തെ ഒരു പേജാണ് വരിക. ഇതിൽ കണ്ട ചെക്ക് ഇൻ ടുഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ 1 പോയിൻറ്റ് എക്സ്ട്രാ കിട്ടും. പോരാത്തതിനെ തൊട്ട് താഴെ ടാസ്കുകളുണ്ട്. ഓരോ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഓരോ പോയിൻറ്റ്സാണ് വെച്ച് കയറുക. ഓക്കെ, അപ്പോൾ കുറച്ച് നാളത്തെ ചെക്കിനും ബാക്കി കാര്യങ്ങളും കൂടെ